ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ടീച്ചർ ഹൃദ്യ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ആസ്ട്രോണമർ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഓക്കെ, നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് നോക്കാം. As Edwin Hubble observes, with the five senses we explore the universe and call the adventure science. അപ്പോൾ എഡ്വിൻ ഹംബിൾ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമറാണ്, ഒരു ഫേമസ് ആസ്ട്രോണമറിൻ്റെ ഒബ്സർവേഷൻ പ്രകാരം എന്താണ്, നമ്മളുടെ 5 സെൻസസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു. എന്തിനെ? യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആ അഡ്വഞ്ചറിനെ നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നു. ആ അഡ്വഞ്ചറിനെ നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സെൻസസ് ആണുള്ളത്? ടച്ചിങ് ഉണ്ട്, സീയിങ് ഉണ്ട്, ടേസ്റ്റിംഗ് ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, സ്മെല്ലിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ 5 ടൈപ്പ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത്. ഡു യു അഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോന്ന്? ഹാവ് യു എവർ ഫെൽ ദാറ്റ് സം എക്സ്പ്ലനേഷൻസ് ആർ ടു കോംപ്ലിക്കേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്? ചില എക്സ്പ്ലനേഷൻസ് സയൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാവാൻ പറ്റത്തില്ല. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല അല്ലേ? ഇഫ് വി സെറ്റ് അവർ അഡ്വഞ്ചർ ഓഫ് സയൻസ് വിത്ത് അവർ 5 സെൻസസ് ആൻഡ് അവർ ഇമാജിനേഷൻ വി മേ ഗെറ്റ് വാല്യുബിൾ ഇൻസൈറ്റ്സ്. അപ്പം നമ്മൾ നമ്മുടെ അഡ്വഞ്ചർ ഓഫ് സയൻസിൻ്റെ ആ ഒരു ജേർണി നമ്മുടെ 5 സെൻസസും ഇമാജിനേഷനും ഒക്കെ കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടും, നല്ല ക്രിയേറ്റിവിറ്റി കിട്ടും, അല്ലെങ്കിൽ നല്ല നല്ല നോളജ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓർ വിൽ ബി ടു ക്യാപ്റ്റിവേറ്റഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അതോ നമ്മളെല്ലാവരും നമ്മുടെ നേച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയിൽ അല്ലെങ്കിൽ ആ ഒരു മനോഹാരിതയിൽ മനം ഇങ്ങനെ എന്ത് ചെയ്തു പോകുമോ എന്ന്, മയങ്ങിപ്പോകുമോ എന്ന്. ലെറ്റ്സ് റീഡ് ദിസ് പോയം ആൻഡ് സീ ഹൗ ദ പെർസെപ്ഷൻസ് ക്യാൻ ഡിഫർ. നമുക്ക് ഈ പോത്തിലൂടെ എങ്ങനെയാണ് ഒരു പല ആൾക്കാരുടെയും പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ മാറുന്നത്. ശരിക്കും ഇതെന്ന് പറയുന്നത് ഒരു വലിയ ബ്രദറും അതുപോലെ തന്നെ ഒരു യങ്ങർ സിസ്റ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ടോണിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അതായത് വലിയ ആൾക്കാരുടെ ഒരു പേഴ്സ്പെക്റ്റീവും കാഴ്ചപ്പാടും ചെറിയ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവും ചെറിയ ആൾക്കാരുടെ കാഴ്ചപ്പാടും എങ്ങനെയാണ് രണ്ടും വ്യത്യസ്തമായി നിൽക്കുന്നത്, രണ്ടാൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സയൻസിനെയും അതുപോലെ തന്നെ പോയട്രിയും എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. സംഭവം എന്താണ്, ഒരു സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ലോജിക്കലാണ് എപ്പോഴും അല്ലേ, ഭയങ്കരമായിട്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെയും. മറ്റേതെന്ന് പറയുന്നത് എന്താണ്, ഇമാജിനേഷനും ഇമോഷൻസും ചേർന്നിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. I only said, when in the evening the round full moon gets entangled among the branches of that datum tree, couldn't somebody catch it? അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്താണ്, വൈകുന്നേരം ആയപ്പോൾ അവിടുത്തെ ഒരു മരത്തിൻ്റെ, അവിടെ മരം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡാഡം ട്രീ എന്നാണ്. ഡാഡം ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാറിലെ, അനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മാതളത്തിൻ്റെ മരത്തിൽ മുകളിലായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ചന്ദ്രൻ അമ്മാവൻ അവിടെ ഇങ്ങനെ കുരുങ്ങി നിൽക്കുന്നത് കണക്ക് ആർക്ക് തോന്നുകയാണ്, കുഞ്ഞിമോളല്ലേ. അപ്പം എന്ത് തോന്നി, അവിടെ അമ്പിളി അമ്മാവൻ ആ ബ്രാഞ്ചസിൽ കുരുങ്ങി നിൽക്കുകയാണെന്ന് തോന്നി. ഓക്കെ, ആർക്കെങ്കിലും അതിനെ പോയി ഒന്ന് പിടിച്ചൂടെ, പോയി ദാദേ അതിനെ ഒന്ന് പോയി പിടിച്ചൂടെ. ദാദ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ദാദ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ബ്രദർ എന്നാണ് കേട്ടോ അർത്ഥം. ബട്ട് ദാദ ലോഫ്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, ദാദ ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞേ നോക്കി, ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പൊട്ടിപ്പെണ്ണാണ് നീ. ഓക്കെ, ദ മൂൺ ഈസ് എവർ സോ ഫാർ ഫ്രം അസ്, ഹൗ കുഡ് എനിബഡി ക്യാച്ച് ഇറ്റ്? നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല മോളെ, ഈ മൂണെന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്, നമ്മൾ വിചാരിക്കുന്നതിലും ഫാർ, ഒരുപാട് ദൂരെയാണ്. നീ എങ്ങനെ അതിനെ പിടിക്കുന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്? ഐ സെഡ്, ദാദ ഹൗ ഫൂളിഷ് യു ആർ. അപ്പം ദാദ അടുത്ത് കൊച്ച് ദേഷിച്ച് പറയാണ്, എൻ്റെ പൊന്ന് ദാദേ, നീ എന്തൊരു പൊട്ടനാ, അല്ലെങ്കിൽ നീ എന്തൊരു മണ്ടനാ. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് us പ്ലേയിങ്, വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ? എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അമ്മ നമ്മളെ കളിക്കാൻ വിട്ടിട്ട് മുകളിലത്തെ വിൻഡോയിൽ കൂടി, 2 നിലയുള്ളൊരു വീടാണെങ്കിൽ മുകളിലത്തെ വിൻഡോയിൽ കൂടി അമ്മ എന്ത് ചെയ്യാണ്, എന്നെ നമ്മളെ കളിക്കാൻ വിട്ടിട്ട് നോക്കുമ്പോൾ നിങ്ങൾ പറയുമോ, ചേട്ടാ അമ്മ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നതെന്ന്, അമ്മ നമ്മുടെ അടുത്തല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സ്റ്റിൽ ദാദ സെഡ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. അപ്പോഴും ദാദ പറയാണ്, എന്ത്, നീ ഒരു പൊട്ടിപ്പെണ്ണാണെന്ന്. ബേബി വേർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു ക്യാച്ച് ദ മൂൺ. നിനക്കറിയോ മോളെ, നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ അമ്പിളി അമ്മാവൻ എന്ന് പറയുന്നത്
പറയുന്നത് നീ വിചാരിക്കുന്നതിലും ഒരുപാട് വലിയൊരു സാധനമാണ്, വലിയ ഒരു സാറ്റലൈറ്റ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ കൊച്ചിനോട് എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് സയൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. കുട്ടി എവിടെ നിൽക്കുകയാണ്, ഇമാജിനറി വേൾഡ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നിനക്ക് ഈ അമ്പിളിയമ്മാവനെ പിടിക്കാൻ പറ്റിയിട്ടുള്ള നെറ്റൊന്നും നിനക്ക് കിട്ടത്തില്ല, നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിക്കാണ്. ദാദയ്ക്ക് ദേഷ്യം വരികയാണ് അല്ലേ. ഐ സെഡ് ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. എൻ്റെ പൊന്ന് ദാദേ, നിങ്ങൾ വലിയ നെറ്റൊന്നും പിടിക്കണ്ട. എന്താണ്, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പിടിക്കാനായിട്ട് പറ്റും എന്ന് പറയാണ്. ബട്ട് ദാദാ ലോഫ് ഡാൻസ്. വീണ്ടും ദാദയ്ക്ക് ചിരി സഹിക്കാൻ വയ്യ. യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും പൊട്ടി പെണ്ണാ നീ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചേട്ടനൊക്കെ വന്നിട്ട് പറയത്തില്ലേ, മണ്ടിയാ നീ, ഒരു പൊട്ടിയാ നീ എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് പറയാണ്. ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഇസ്. അപ്പം നിനക്ക് മൂണിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ത്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര വലുതാണത്, ഭയങ്കര വലുതാണ്, വലിയ ബിഗായിട്ടുള്ളൊരു സാധനമാണ് ഈ മൂണെന്ന് പറയുന്നത്. ഐ സെഡ് ദാദാ വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ. എൻ്റെ പൊന്ന് ദാദേ, നിങ്ങൾ ഏത് പൊട്ട സ്കൂളിലാണ് പോയി പഠിച്ചത്, നിങ്ങൾ എന്ത് നോൺസെൻസ്, എന്ത് വിഡിത്തരങ്ങളാണ് നിങ്ങളെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. വെൻ മദർ ബെൻസ് ഹെർ ഫേസ് ഡൗൺ ടു കിസ് us, does her face look very big? അതായത് നമ്മളുടെ അമ്മ നമുക്ക് ഉമ്മ തരാൻ വേണ്ടി, അതായത് നമ്മുടെ മുഖത്തേക്ക് ഉമ്മ തരാൻ വേണ്ടി അമ്മ താഴേക്ക് കുനിഞ്ഞു വന്നാലല്ലേ, കുഞ്ഞു ചെറിയ മോളല്ലേ, ഉമ്മ തരാൻ വേണ്ടി കുനിഞ്ഞു വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മുഖം അങ്ങ് വലുതായി എന്നാണോ അർത്ഥം? ബട്ട് സ്റ്റിൽ ദാദ സേസ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. അപ്പൊ ഇപ്പോഴും ദാദ എന്താണ് പറയുന്നത്, നീ ഒരു പൊട്ടിപ്പെണ്ണാണെന്ന്. ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കുഞ്ഞൊരു കുട്ടിയുടെ മനസ്സും വലിയ ആൾക്കാരുടെ മനസ്സും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം നമ്മൾ കൊച്ചിലെ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല, ശരിയല്ലേ? നമ്മൾ നമ്മുടെ പണ്ട് ഇപ്പം ഗേൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കറക്കിയിടുന്ന ഒരു മുത്തിട്ടിട്ട് ഇങ്ങനെ കറക്കി എടുക്കുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആ കളിക്കാനും, അല്ലെങ്കിൽ ബാർബിയുടെ പോലത്തെ ബാഗ്, ബാർബിയുടെ ട്രോളി വരുന്ന ബാഗ്സ് ഒക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുന്ന ഒരു ടൈമുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടോ, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ എന്താ ഇച്ചിരി വലുതായി. ഇപ്പം നമുക്ക് ഈവൻ ദോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് വിചാരിക്കും, അയ്യോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ എന്നെ കളിയാക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്തായി, ആ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആ ഇമാജിനേഷൻ എന്ന് പറയുന്ന സാധനം വിട്ടിട്ട് ലോജിക്കലിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോയ്സിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിലോ, ബെൻഡന്റെ ഒക്കെ വാച്ച് ഉണ്ട്, ഇങ്ങനെ ഡിസ്ക് പോലൊരു സാധനം, ഇങ്ങനെ ഒരു CD പോലൊരു സാധനം ഇങ്ങനെ ത്രോ ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾ അന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും, അന്ന് ഇപ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ എൻജോയ് ചെയ്യെങ്കിലും അന്നത്തെ ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇല്ല. ഇതിലൂടെ നമുക്ക് എന്താണ് മക്കളെ പറഞ്ഞു തരുന്നത്, നമ്മൾ ഈവൻ ദോ വലുതായി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. അതായത് നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ, നമ്മുടെ കൊച്ചിലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻജോയ് ചെയ്തോ, കൊച്ചിലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇന്നസെൻ്റ് ആയിട്ടിരുന്നോ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വലുതായി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷനെയും നമ്മുടെ ഇമോഷൻസിനെയും എപ്പോഴും എന്ത് ചെയ്യരുത്, ലോജിക്ക് മാത്രം അല്ലെങ്കിൽ റിയാലിറ്റി മാത്രം എന്ന് ചിന്തിക്കാതെ നമ്മുടെ ഉള്ളിലെ ചൈൽഡിനെ, നമ്മുടെ ഉള്ളിലൊരു കൊച്ചുകുട്ടി, ഇപ്പം എത്ര വലിയൊരാളായാലും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞു കണക്ക്, ഒരു കൊച്ചു പിള്ളേരെ കണക്ക് നമ്മൾ ബിഹേവ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യണം. ഒരിക്കലും ഞാൻ ഇനി വലുതായി ഇല്ലെങ്കിൽ ഞാൻ വലിയ ആൾക്കാരെ പോലെ മാത്രമേ ബിഹേവ് ചെയ്യുമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ പോം എന്ന് പറയുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.